നമസ്കാരം. വർഷം മുഴുവൻ കേടുവരാതിരിക്കുന്ന ഉപ്പുമാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ സാധാരണ പണ്ടൊക്കെ ആ ട്രഡീഷണൽ രീതിയിൽ ഉപ്പുമാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇതിൽ കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല വർഷം മുഴുവൻ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന നല്ല ടേസ്റ്റുള്ള ഉപ്പുമാങ്ങ നമുക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് കുറച്ച് കൂടുതൽ അളവിലാണ് ഉപ്പിലിട്ട് വെക്കുന്നത്. ചെറിയ അളവിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇത് മൊത്തം 4 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. കാരണം ഇതുകൊണ്ട് കടുമാങ്ങി ഉണ്ടാക്കണം, ഉപ്പുമാങ്ങി ഉണ്ടാക്കണം. രണ്ടിനും വേണ്ടിയിട്ടാണ് ഇത്രയധികം മാങ്ങ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കടുമാങ്ങ ഉണ്ടാക്കാനും ആദ്യം മാങ്ങ ഉപ്പിലിട്ട് വെക്കണം. അപ്പോൾ മൊത്തം ഞാനൊരു 4 കിലോ മാങ്ങ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിൽ വലിയ മാങ്ങയുണ്ട്, ചെറിയ മാങ്ങയുണ്ട്. അപ്പോൾ വലിയ മാങ്ങ എടുത്തിട്ട് ഉപ്പുമാങ്ങയ്ക്ക് ഇടും, അതല്ലാതെ ചെറിയ ചെറിയ മാങ്ങ എടുത്തിട്ട് കടുമാങ്ങയ്ക്ക് ഇടും. അങ്ങനെയാണ് ചെയ്യാറ് സാധാരണ. പിന്നെ ഉപ്പുമാങ്ങയും കടുമാങ്ങയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണ് എടുക്കുക. സാധാരണ പുളിമാങ്ങയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ മാങ്ങ നല്ല പുളി ഉണ്ടായിരിക്കണം. എല്ലാ മാങ്ങ കൊണ്ടും ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിത് കഴുകാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ മാങ്ങ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ അതിൻ്റെ ആ ഞെട്ടി പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിന്ന് നന്നായിട്ട് ചുണ വരണം. ചുണ എന്ന് പറയും. ആ ചുണ നന്നായിട്ട് വരുന്ന മാങ്ങയായിരിക്കണം നമ്മൾ ഉപ്പുമാങ്ങയ്ക്ക് കടുമാങ്ങയ്ക്കൊക്കെ എടുക്കേണ്ടത്. നല്ല ഫ്രഷ് ആയത് കേട്ടോ. കുറച്ച് ഞെട്ടോട് കൂടിയ മാങ്ങ തന്നെ എടുക്കണം. ഞെട്ട് മുഴുവൻ പൊട്ടിച്ച് കളയാൻ പാടില്ല. ഇനിയിപ്പോൾ ഇത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കട്ടെ. കഴുകിയിട്ട് തുടച്ചെടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെ ഞെട്ടോട് കൂടിയിട്ട് തന്നെ മാങ്ങ എടുക്കണം. ഞെട്ട് മുഴുവനായിട്ട് പൊട്ടിച്ച് കളയരുത്. അങ്ങനെയാകുമ്പോൾ മാങ്ങ പെട്ടെന്ന് കേടുവരും. ഇതന്നെ ഒരു കോട്ടൺ തുണിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക, ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉപ്പിലിട്ട് വയ്ക്കാൻ മാത്രമേ വേണ്ടൂ. ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത്. ഭരണി ഉണ്ടെങ്കിൽ ഭരണി എടുത്താലും മതി. ഇതിൽ രണ്ടിലുമാണ് ഉപ്പിലിട്ട് വയ്ക്കാൻ നല്ലത് കേട്ടോ. ഒരിക്കലും അച്ചാർ അല്ലെങ്കിൽ ഉപ്പിലിട്ടതൊന്നും പ്ലാസ്റ്റിക് ബോട്ടിലിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളിലൊന്നും വെക്കരുത് കേട്ടോ. ഗ്ലാസ് ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ ഉപ്പിടുക ആദ്യം. പിന്നെ കുറച്ച് മാങ്ങ ഇടുക. വീണ്ടും ഇതിൻ്റെ മീതെ കുറച്ച് ഉപ്പിടുക. പിന്നെ ബാക്കി മാങ്ങയും കൂടി ഇടുക. എന്നിട്ട് അടച്ച് വെക്കുക കേട്ടോ. ഒരു 2 ദിവസം ആകുമ്പോഴേക്കും അതിലത്തെ മുഴുവൻ വെള്ളം ഇറങ്ങി വന്നിട്ട് ഒരു 4 ദിവസം ആകുമ്പോഴേക്കും കളറൊക്കെ മാറിയിട്ടുണ്ടാവും. പിന്നെ മാങ്ങ നന്നായിട്ട് ചുങ്ങി വരാൻ തുടങ്ങും. ഞാനിതിൻ്റെ ഉപ്പിൻ്റെ അളവ് പറയാം. 1 കിലോ മാങ്ങയ്ക്ക് ഏതാണ്ട് ഒരു 150 അല്ലെങ്കിൽ ഒരു 175 ഗ്രാം വരെ ഉപ്പെടുക്കാം കേട്ടോ. എപ്പോഴും ഉപ്പ് ആ വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കണം. അല്ലെങ്കിൽ ഈ മാങ്ങ കുറച്ച് കഴിഞ്ഞാൽ ചീഞ്ഞു പോവും, അളിഞ്ഞു പോകും എന്ന് പറയില്ലേ, അങ്ങനെ വല്ലാതെ സോഫ്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല. ഉപ്പിൻ്റെ അളവ് ഒന്ന് മീതെ നിൽക്കണം വെള്ളത്തിൽ. ഇപ്പോൾ ഈ ഉപ്പും മാങ്ങയും ഇങ്ങനെ ലെയറായിട്ട് ഇട്ടതിൻ്റെ ശേഷം ഇതൊന്ന് കുലുക്കി കൊടുക്കുക. കുലുക്കിയതിൻ്റെ ശേഷം ഇതിങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ മാങ്ങയുടെ ഇടയിൽ ഇങ്ങനെ ഉപ്പുണ്ടായിരിക്കണം. അപ്പോൾ ഇതാ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇത് നന്നായിട്ട് ചുങ്ങി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ മീതെ വന്നിട്ടുണ്ട്. ഇത് മാങ്ങയിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ. ഒരിക്കലും വെള്ളം ഒഴിച്ചിട്ടൊന്നുമില്ല, മീതെ തന്നെ വെള്ളം നിൽക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഇതുപോലെ മാങ്ങ ഉപ്പിലിട്ട് വെക്കുമ്പോൾ വെള്ളം മീതെ ഇങ്ങനെ നിൽക്കില്ല. മാങ്ങയിൽ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഞാനൊരു ടിപ്പ് പറയാം. എത്രയാണോ വെള്ളത്തിൻ്റെ കുറവ് എങ്കിൽ അത്രയും അളവ് വെള്ളം കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ആറിയതിൻ്റെ ശേഷം ഈ ഉപ്പിലിട്ട മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഇതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. കാരണം ഇതിൻ്റെ മീതെ തന്നെ വെള്ളം ആവശ്യത്തിനുള്ളത് മാങ്ങയിൽ നിന്ന് തന്നെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി വെള്ളത്തിൻ്റെ കുറവ് സാധാരണ ചിലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ടിപ്പ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നല്ല തിളപ്പിച്ച് ആറിയതിൻ്റെ ശേഷം വെള്ളം ഒഴിക്കാവൂ. പിന്നെ ആ വെള്ളം ഉപ്പിട്ടിട്ട് തിളപ്പിക്കണം കേട്ടോ. വെറും വെള്ളം തിളപ്പിക്കരുത്. ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിലാവുമ്പോഴാണ് അത് നല്ലൊരു പ്രിസർവേറ്റീവായിട്ട് ഇരിക്കുള്ളൂ. എന്നിട്ട് മാങ്ങയുടെ മീതെ വെള്ളം നിൽക്കത്തക്ക വിധത്തിൽ വേണം അത് ഉപ്പിലിട്ട് വെക്കാൻ. വെള്ളം എപ്പോഴും മാങ്ങയുടെ മീതെ നിൽക്കണം കേട്ടോ. പിന്നെ കുറേ കാലമൊക്കെ, അതായത് കുറേ മാസങ്ങൾ വെക്കുമ്പോൾ മാങ്ങ വല്ലാതെ സോഫ്റ്റ് ആവും. അങ്ങനെ സോഫ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. കുറേ മാസങ്ങൾക്ക് ശേഷം മതി. ആദ്യമൊന്നും വേണ്ട. ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ പിന്നെ അതുപോലെ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കാം കേട്ടോ. വിനീഗർ ഒഴിച്ചിട്ടും വെക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സും ഉപയോഗിക്കുന്നില്ല. ഇതിൽ പ്രിസർവേറ്റീവ് ഉപ്പ് തന്നെയാണ്, അല്ലാതെ വിനീഗറൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇവിടെ അമ്മയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഒരു വർഷം മുഴുവൻ ഇതിങ്ങനെ കേടുവരാതിരിക്കും. കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും വരാറില്ല. അപ്പോൾ പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് വയ്ക്കുക. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതിയാവും കേട്ടോ.
പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉപ്പിലിട്ടിരിക്കുന്ന ആ ജാറ് നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതാവണം. അതുപോലെ നമ്മൾ ഒന്നിച്ച് വലിയ പാത്രത്തിൽ നിന്ന് ഡെയിലി എടുക്കാതിരിക്കുകയാണ് നല്ലത്. നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് അതിന്ന് എടുക്കുക കേട്ടോ. ഡെയിലി വലിയ പാത്രത്തിൽ നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അളിഞ്ഞു പോവും, ചീഞ്ഞു പോവും. പിന്നെ നല്ല ഉണങ്ങിയ സ്പൂൺ കൊണ്ട് മാത്രമേ ഉപ്പുമാങ്ങയൊക്കെ എടുക്കാവൂ. അല്ലാതെ നനഞ്ഞ സ്പൂൺ കൊണ്ടൊന്നും ചെയ്യരുത്. അപ്പോൾ ഫംഗസ് വരും, പൂപ്പൽ ബാധ വരും കേട്ടോ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇല്ലേ, മാങ്ങ എടുത്ത് നമുക്ക് നോക്കാമല്ലേ. സൂപ്പർ. പിന്നെ ഈ ബോട്ടിലിൻ്റെ അടപ്പിലും പിന്നെ ഈ ബോട്ടിലിൻ്റെ വക്കിലും ആ വായവട്ടത്തിലും കുറച്ച് വിനീഗറിൽ ഒന്ന് തുണി മുക്കിയിട്ടൊന്ന് തുടയ്ക്കുക, അല്ലെങ്കിൽ കടുകെണ്ണയിൽ തുണി മുക്കിയിട്ടൊന്ന് തുടച്ച് കഴിഞ്ഞാലും ഫംഗസ് അല്ലെങ്കിൽ പൂപ്പൽ വരില്ല കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക്